വെബ്കാസ്റ്റിംഗ് ഓരോ പഞ്ചായത്തുകളിലെയും പോളിംഗ് ശതമാനം നമ്മൾ കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ മാത്തൂരിലാണ് കൂടുതൽ പോളിംഗ് ശതമാനമുള്ള. മാത്തൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 322 വോട്ടാണ് ലീഡുണ്ടായിരുന്നത് LDF-ന്. കണ്ണാടിയിൽ 419 വോട്ടിന്റെ ലീഡാണ് LDF-ന് ഉണ്ടായിരുന്നത്. അപ്പോൾ LDF-ന് സ്വാധീനമുള്ള മേഖലയിൽ അല്പം പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു. വിരായിരിയിൽ പോളിംഗ് ശതമാനം ഇപ്പോൾ 30 കടന്നിട്ടുണ്ട്. LDF-ന് ഇത് അഭിമാന പോരാട്ടമാണ്. കാരണം അത്രയധികം ആരോപണങ്ങൾ മുഖ്യമന്ത്രി അടക്കം നേരിടേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അഭിമാന പോരാട്ടം അവർക്ക് അവിടെ കാഴ്ചവെച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും കേഡർ സ്വഭാവത്തോടെ പാർട്ടി ഒന്നാകെ ഇറങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചന തന്നെയാണ് മാത്തൂരിൽ നമ്മൾ കാണുന്നത്. കണ്ണാടിയിലും എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നോക്കണം. ബൂത്ത് നമ്പർ 177, 179 വിവരങ്ങളുമായി ഇക്ബാലും. അതെ, ഇക്ബാൽ അറക്കൽ, മാത്തൂരിൽ ശതമാനം കൂടുകയാണ്. കണ്ണാടിയിലും കൂട്ടുന്നതിനായി ഇപ്പോൾ ഇക്ബാൽ നിൽക്കുന്ന ബൂത്തുകളിൽ ആളുകൾ എത്തിയിട്ടുണ്ടോ? ഡിയർ എഡിറ്റോറിയൽ ടീം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണാടി AMSP സ്കൂളിലാണ്. തണ്ണീർപ്പന്തലിനടുത്ത് കിണാശ്ശേരി സമീപമുള്ള സ്കൂളാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ദൃശ്യങ്ങൾ തന്നെ പോലെ ചോദിച്ച ഉത്തരമായി മാറും. കാരണം അത്രയും വലിയൊരു ആവേശത്തിലാണ് ഇവിടെയുള്ള എല്ലാ വോട്ടർമാരും ഉള്ളത്. വനിതകളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. വോട്ട് ചെയ്തിട്ട് പോവുകയാണ്. അതെ അതെ അതെ. എപ്പോൾ എത്തിയതാ? ഞങ്ങളൊരു 10:30. 1.5 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. അതെ അതെ. വോട്ട് ചെയ്തു? ചെയ്തു. വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളും കൂടി ഇപ്പോൾ വന്നേ ഉള്ളൂ? ചേച്ചിയോ? ചെയ്തിട്ടേ പോകുള്ളൂ? പിന്നെ തീർച്ചയായും ചൂടത്തു. പിന്നെ തീർച്ചയായും നമ്മുടെ അവകാശമല്ലേ. അതിനിടയിൽ തന്നെ ഒരു ദൃശ്യം കാണിക്കേണ്ടതുണ്ട്. അവിടെ ആ ദൃശ്യം ഒന്ന് കാണണം. കാരണം ചെറിയൊരു കൈക്കുഞ്ഞുമായി ഈ ഒരു വോട്ടോത്സവത്തിൻ്റെ അല്ലെങ്കിൽ ഈ ജനാധിപത്യത്തിൻ്റെ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ ആളുകൾ ഉൾപ്പെടെ കണ്ണാടിയിലുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് പാലക്കാട്ടെ ഓരോ ആളുകളും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കണ്ടിരിക്കുന്നതെന്ന്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. വളരെ ചെറിയ പ്രായമുള്ളൊരു കുഞ്ഞാണ്. 2-3 മാസം മാത്രമേ ആ കുഞ്ഞിന് പ്രായമുണ്ടാവുള്ളൂ. ആ കുഞ്ഞുമായാണ് ആ കുഞ്ഞിൻ്റെ അമ്മ അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. AMSP സ്കൂൾ തണ്ണീർപ്പന്തലാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെയുണ്ട്. അവരെല്ലാം ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി നൽകുന്നുണ്ട്. ആ കുട്ടിയുടെ അമ്മ അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഇത്തരത്തിൽ വരുന്ന ആളുകൾക്ക് നൽകുന്നുണ്ട്. വയോധികർക്കാണെങ്കിലും ശരി, ഇത്തരത്തിൽ കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന ആളുകൾക്കാണെങ്കിലും ശരി, അതേപോലെ തന്നെ അംഗപരിമിതർക്കാണെങ്കിലും ശരി, അവർക്കെല്ലാം ഇവിടേക്ക് വരുമ്പോൾ വോട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു മേഖല എന്ന് പറയുന്നത് സെൻസിറ്റീവ് ഏരിയ അല്ലെങ്കിൽ പ്രശ്നബാധിത ബൂത്തായി ആ ഉദ്യോഗസ്ഥർ കണക്കാക്കിയുള്ള ഒരു ബൂത്താണ്. 177 സാനിയോ മനോമിയിലേക്ക് കൂടി പോകണം. അതെ അതെ സരിൻ, നമ്മളിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ മാത്രം കാണിക്കുന്നത് എന്താണെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, സാനിയോ മനോമി ഒപ്പം ദീപക് മലയമ്മ, അല്ലമീൻ 3 പേരും സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ട്. നമ്മുടെ ഓണായ ഫ്രെയിമുകളിലൊക്കെ ഒരു സ്ഥാനാർത്ഥി വന്നു കയറിയതാണ്. പ്രേക്ഷകർ പ്ലീസ് നോട്ട് ദ പോയിന്റ്.